ന്യൂസ് ടെൻസിനി പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കാലം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുവരെഴുത്തുകൾ എന്നതായിരുന്നു. പിന്നീട് ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെയായി മാറുന്നുണ്ട്. വലിയ തോതിൽ നോട്ടീസുകളും ലഘുലേഖകളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഇടങ്ങളിലേക്ക് എത്താറുണ്ട്. എങ്കിൽ പുതിയ കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ്. അതിനുവേണ്ടിയുള്ള PR സംഘങ്ങൾ പോലും പ്രവർത്തിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തു നിന്നുള്ള സംഘങ്ങളെ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏൽപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പോലും ഏജൻസികൾ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇതാ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈബർ വിങ് എന്നത് അല്ലെങ്കിൽ സൈബർ ഇടം എന്നത് മറ്റു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമാണ്, സംഘടിതമാണ് എന്ന് നമുക്കറിയാം. അവിടെ ഇതാ CPIM-ന്റെ സൈബർ ഇടത്തിൽ പൊട്ടിത്തെറി എന്നതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു വാർത്ത. മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ സംഘത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നതാണ്. KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവർ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ ആ സംഘത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നതാണ്. അതിന് കാരണമായി പറയുന്നത് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്ന നികേഷ് കുമാർ, അദ്ദേഹം ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ നികേഷ് കുമാറിന്റെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘം ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് എന്നതാണ്. നികേഷ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന വിമർശനം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മാധ്യമ പ്രവർത്തകർ ഈ സൈബർ ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന വിവരമാണ്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണികൾക്ക് ഇടയിൽ സൈബർ പോരാളികൾ തന്നെയുണ്ട്. ആ പോരാളികൾ പലപ്പോഴും CPIM-ന്റെ പോസ്റ്റുകൾ, പ്രതികരണങ്ങൾ, റീൽസുകൾ എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് അതിന് നേതൃത്വം നൽകുന്ന ഒരു സംഘത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു എന്നത് ചർച്ചയാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് കാരണം? അരുൺ, അഭിലാഷ്, സംസ്ഥാനത്ത് ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള ഒരുക്കങ്ങളിലാണ് സംസ്ഥാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ അതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൈബർ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അത് വലിയ ചൂടേറിയ പോരാട്ടത്തിലേക്ക് മാറിയും കഴിഞ്ഞു. കനഗോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനെ കൊണ്ടാണ് UDF, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്ന് വിമർശിക്കുന്ന CPM-നും സൈബർ PR പ്രവർത്തികളുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല CPM. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വളരെ കൃത്യമായി ആദ്യം മുതൽ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇടപെട്ട പാർട്ടിയാണ് CPM. ഏറ്റവും ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെ, അദ്ദേഹത്തെ ചാനൽ ജോലിയിൽ നിന്ന് രാജിവെപ്പിച്ച് CPM-ലേക്ക് കൊണ്ടുവരികയായിരുന്നു CPM ചെയ്ത്. ആദ്യം അദ്ദേഹത്തിന് അഴീക്കോട് സീറ്റ് നൽകുന്നു. പിന്നീട് അദ്ദേഹം CPM-ന്റെ സൈബർ വിഭാഗത്തിൻ്റെ ചുമതലയിൽ AKG സെൻറ്ററിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തുകയും ചെയ്തു. MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് CPM-ന്റെ ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സൈബർ ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിൻ്റെ തന്ത്രം ഒരുക്കലും. അവിടെ അമ്പയെ പാളുന്നു എന്ന വിമർശനം നേരത്തെ തന്നെ ഉണ്ട്. നികേഷ് കുമാർ ആദ്യം കാര്യമായി ഇടപെട്ടത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ്. അവിടെ തന്നെ നികേഷ് കുമാറിൻ്റെ തന്ത്രങ്ങളെല്ലാം തിരിച്ചടിച്ചു എന്ന വിമർശനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സംസ്ഥാന സമിതിയിലുമടക്കം ഉയർന്നു വന്നതാണ്. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അവിടെയും തന്ത്രങ്ങൾ കാര്യമായി ഏശിയില്ല. അതിനുശേഷം ഈ സൈബർ വിഭാഗം ശക്തിപ്പെടുത്താൻ മൂന്ന് പ്രധാനപ്പെട്ട മുൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ദേശാഭിമാനി വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മൂന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ഈ ടീമിലേക്ക് CPM നൽകുകയായിരുന്നു. നികേഷിൻ്റെ ന്യൂ മീഡിയ ടീം, AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MV നികേഷ് കുമാറിൻ്റെ ന്യൂ മീഡിയ ടീമിലേക്ക് KV സുധാകരൻ, അദ്ദേഹം VS ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്റർ ആണ്. നേരത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന KV സുധാകരൻ അറിയപ്പെടുന്ന എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹത്തിന് പുറമെ K മോഹൻദാസ്, ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ES സുഭാഷ്, അദ്ദേഹം തൃശ്ശൂർ യൂണിറ്റ് ഹെഡായിരുന്നു, ദേശാഭിമാനിയുടെ തൃശ്ശൂർ യൂണിറ്റ് ഹെഡായിരുന്നു. അദ്ദേഹവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ. 3 പേർ കൂടി സംഘത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷ CPM-ന് ഉണ്ടായിരുന്നു. നവമാധ്യമ രംഗത്ത് CPM ഇടപെടൽ ശക്തമാകും. ഇതിന് താഴെ മുൻ ദൃശ്യമാധ്യമ രംഗത്തെ പ്രധാനികളടക്കം അതുപോലെ തന്നെ ഒരു പുതിയ ടീം അടക്കം ഉള്ള വലിയൊരു സംഘം CPM-നെ AK സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് പുറമെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, രാഷ്ട്രീയ എതിരാളികൾക്കുള്ള സൈബർ മറുപടികൾ, രാഷ്ട്രീയ എതിരാളികൾക്ക് സൈബർ ആക്രമണങ്ങൾ എല്ലാം കേന്ദ്രീകരിക്കുന്നത് AK സെൻറ്ററിലെ നികേഷ് കുമാർ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഒരു പ്രധാനപ്പെട്ട 3 മേഖലാ ജാഥകൾ
എം വി ഗോവിന്ദൻ്റെ ജാഥ ഉൾപ്പെടെയുള്ള 3 ജാഥകൾ അത് നിയന്ത്രിച്ച് ഏകോപിപ്പിച്ചിരുന്നത്, അതിൻ്റെ സൈബർ പ്രചരണങ്ങൾ ഏകോപിപ്പിച്ചത് ഈ ടീമാണ്. പക്ഷേ എല്ലാത്തിലും വലിയ പാളിച്ചയുണ്ടാകുന്നു. എം വി നികേഷ് കുമാറിൻ്റെ തന്ത്രങ്ങൾ കാര്യമായി ഏൽക്കുന്നില്ല. അതിന് പുറമെയാണ് ഈ 3 മുതിർന്ന മാധ്യമപ്രവർത്തകരും നികേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസം. നികേഷ് കുമാറിൻ്റെ പല ആശയങ്ങളും ശരിയല്ല എന്നവർ ഈ യോഗങ്ങളിൽ പരസ്യമായി വിമർശിച്ചു. തുടർന്ന് നികേഷ് കുമാർ ഇവർക്കെതിരെയും രംഗത്ത് വന്നു. പഴഞ്ചൻ രീതിയാണ് ഇവരുടേത്. ഇവരെല്ലാം 90കളിൽ 80കളിലുമൊക്കെ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ ആളുകളാണ്. ഇവരുടെ പഴഞ്ചൻ ആശയങ്ങൾ എന്ന ആരോപണവും അധിക്ഷേപവുമായി നികേഷ് കുമാറും പല യോഗങ്ങളിലും ഇവർക്ക് രംഗത്ത് വന്നു. ആ തർക്കത്തിനൊടുവിലാണ് 3 പേരും ഈ സൈബർ ടീം വിടുന്നത്. മാത്രമല്ല, നികേഷ് കുമാറിൻ്റെ പ്രവർത്തനത്തിൽ CPM-ൽ പൊതുവിൽ അതൃപ്തിയുണ്ട്. എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമെടുത്താണ് നികേഷ് കുമാറിനെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ഈ നികേഷിൻ്റെ ഇപ്പോഴത്തെ പോക്ക്, സൈബർ വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ കടുത്ത അതൃപ്തിയുണ്ട്. മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത വിധം സാമൂഹ്യ മാധ്യമ രംഗത്ത് CPM പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന അഭിപ്രായം ചിലരോട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം. പക്ഷേ എം വി ഗോവിന്ദൻ ഇപ്പോഴും നികേഷ് കുമാറിനെ സംരക്ഷിക്കുകയാണ്. വലിയ പൊട്ടിത്തെറി തന്നെ ഈ സൈബർ ടീമിലുണ്ട്. ഈ മുതിർന്ന ആളുകൾ മാത്രമല്ല, ഈ നികേഷൊപ്പം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും പലരും മടുത്തു നിൽക്കുന്നു, മനസ്സ് മടുത്തു നിൽക്കുന്നു എന്ന വിവരം പാർട്ടിക്കുമുണ്ട്. ഏതായാലും CPM വലിയ സൈബർ സന്നാഹങ്ങൾ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. സുനിൽ കനകൂരിനെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കോൺഗ്രസിന്റെ സൈബർ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതിനുള്ള മറുപടിയായി CPM കണ്ടുവച്ചിരിക്കും എം വി നികേഷ് കുമാർ. ഏറ്റുമുട്ടലിന്റെ ഇടം കൂടിയാണല്ലോ. പലപ്പോഴും ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പോലും നികേഷ് കുമാറിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ട്രോളുകൾ എത്താറുണ്ട്. അതായത് നികേഷിന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ സൈബർ പോരാളികൾ നടത്തുന്ന PR വർക്കുകളെല്ലാം പൊളിയുന്നു. അതെല്ലാം ആത്യന്തികമായി CPM-ന് തന്നെ ഒരു ബൂമറാങ്ങായി മാറുന്നു എന്ന തരത്തിൽ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പോലും നമുക്ക് വ്യാപകമായ പ്രചാരണം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈബർ ടീമുകൾ നടത്തുന്ന ഇടപെടലുകളും PR വർക്കുകളും എല്ലാം പരാജയപ്പെടുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഗുണകരമായി മാറുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നികേഷ് കുമാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് എടുക്കുന്ന അല്ലെങ്കിൽ ഈ മാധ്യമരംഗത്ത് എടുക്കുന്ന തന്ത്രങ്ങൾ പലപ്പോഴും പാളിപ്പോയത് അതിപ്പോൾ അദ്ദേഹം ഈ CPM ചുമതല വന്നപ്പോൾ മാത്രമല്ല, അഴീക്കോട് മത്സരിക്കുമ്പോൾ അനുകൂലമായിരുന്ന ഒരു സാഹചര്യം തിരിച്ചടി ഉണ്ടാക്കിയത് അഴീക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു കിണറിലിറങ്ങി അദ്ദേഹം നടത്തിയ ഒരു ഷോയാണെന്ന വിമർശനം നേരത്തെ CPM-ന്റെ പല തലങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അതിന് തുടർച്ചയായി നികേഷ് കുമാർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തികളും പാലക്കാട് നീലപ്പെട്ടി വിഭാഗത്തിലൊക്കെ CPM-ന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ അവിടെ പല കാര്യങ്ങളിലും നികേഷിന്റെ ഇടപെടൽ അവിടെ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഒരു കിണറ്റിലെ വെള്ളം അശുദ്ധമാണ് എന്ന് തെളിയിക്കാൻ കിണറിൽ ഇറങ്ങിയാണോ സാധാരണ ഒരാൾ വെള്ളം പരിശോധിക്കുക? അത് വെള്ളം കോരി തൊട്ടിയിലെടുത്ത് ആ വെള്ളം കണ്ടാൽ പോരെ എന്ന സാമാന്യമായ യുക്തിയില്ലേ? അങ്ങനെ കിണറ്റിൽ ഇറക്കിയത് ഞാൻ തന്നെയാണ്, അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന തരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വിഷയങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അതൊരു സാമൂഹികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിലുമൊക്കെ ആകണമെന്ന ഒരു പറച്ചിൽ കൂടിയാണല്ലോ അന്ന് അതിൽ നിന്ന് പ്രതിഫലിച്ചത്. തീർച്ചയായിട്ടും അതുതന്നെ പാളി എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായ സമയമുണ്ടായിരുന്നു. ആ നീലപ്പെട്ടിയുടെ ദൃശ്യങ്ങളടക്കം അന്ന് CPM-ന് ഈ വിവാദമുണ്ട്. രാത്രി പുലർച്ചെ തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ CPM-ന് കിട്ടി. പക്ഷേ അത് പുറത്തുവിടാൻ വൈകി. അതിന് തൊട്ടു പിന്നാലെ ഇത് CPM-ന് ദൃശ്യങ്ങൾ ലഭിച്ചു എന്നറിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും അയാൾക്കൊപ്പമുള്ളവരും അന്ന് മറ്റൊരു നീലപ്പെട്ടി പ്രദർശിപ്പിച്ച CPM-ന്റെ ദൃശ്യങ്ങൾ തന്നെ വലിയ ഒരു ഹൈപ്പോട് കൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ യഥാർത്ഥ സംഭവം എന്തെന്ന CCTV ദൃശ്യങ്ങൾ വരുന്നു എന്നൊരു പ്രചരണം CPM സൈബർ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. നമ്മൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വലിയ തെളിവുകളുണ്ട് എന്ന തരത്തിൽ അന്ന് വാർത്തകൾ ആദ്യ മണിക്കൂറിൽ നൽകേണ്ടി വന്നു. പക്ഷേ അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു നീലപ്പെട്ടി കാണിച്ച് ഈ എല്ലാ തന്ത്രങ്ങളെയും പൊളിച്ച് രംഗത്ത് വന്നു. അവിടെയും നികേഷിൻ്റെ വലിയ ഒരു ഇടപെടലുണ്ടായ പോരായ്മ, പാളിച്ച അന്നും പലരും ചൂണ്ടിക്കാട്ടുകൾ. അങ്ങനെ ഓരോ കാര്യവും നികേഷ് കുമാർ ഏറ്റവും ഒടുവിൽ ഈ നാദാപുരത്ത് നടന്ന എം വി ഗോവിന്ദൻ്റെ ജാഥയ്ക്കിടെ ഒരു വൃദ്ധൻ തനിക്ക് ലഭിച്ച പെൻഷൻ
സംസ്ഥാന സെക്രട്ടറി ഏൽപ്പിക്കുന്നു, നിങ്ങൾ തന്നെ ഇനി വരണമെന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് തിരിച്ചടിച്ചു. അത് PR എക്സസൈസിന്റെ ഭാഗമായി CPM നേതാക്കൾ തന്നെ കൊടുത്ത പണമെന്ന തരത്തിൽ പിന്നീട് അയാൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ പല കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആളുകൾ നികേഷ് കുമാർ നേതൃത്വത്തിലെ സൈബർ ഇടപെടലുകളെ ഏറ്റവും അധികം വിമർശിക്കുന്നത്. ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന യാത്ര, അല്ലെങ്കിൽ ഈ 3 പേർ നയിച്ച മേഖലാ ജാഥകളാണ്. ആ ജാഥകളുടെയൊക്കെ പ്രചരണം അമ്പേ പാളിയിരുന്നു. പലപ്പോഴും ജാഥ എവിടെ എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ജാഥയുടെ യൂട്യൂബിലും മറ്റുമുള്ള കാഴ്ചക്കാരുടെ എണ്ണം വളരെ കുറവെന്ന വിമർശനം നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ സൈബർ രംഗത്തുകൂടി പിടിച്ചു നിൽക്കാതെ തിരഞ്ഞെടുപ്പ് വിജയിക്കാനാകില്ല എന്ന വസ്തുതയാണ്. അതിശക്തമായ ഏറ്റുമുട്ടലാണ് 3 മുന്നണികളുടെയും സൈബർ ഹാൻഡിലുകളിൽ ഉള്ളത്. അവിടെ CPM എക്കാലവും ഒരു മേധാവിത്വം ഈ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ എക്കാലവും ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ അവിടെ ഇപ്പോൾ അമ്പയെ പരാജയപ്പെടുന്നു, പാളിപ്പോകുന്നു. അതിന് കാരണം MV നികേഷ് കുമാറിൻ്റെ തെറ്റായ തന്ത്രങ്ങളാണ്, നീക്കങ്ങളാണ് എന്ന വിമർശനമാണ് CPMൽ പൊതുവിൽ ഉയർന്നു വരുന്നത്. ഇന്നലെ വലിയൊരു ക്യാമ്പയിൻ UDF സർക്കാരിൻ്റെ കാലത്തെ അഴിമതി കഥകൾ, അന്നത്തെ വാർത്തകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് CPM തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മകനെ മടങ്ങി വരരുത് എന്നാണ് അതിൻ്റെ ഏറ്റവും, അതായത് UDF സർക്കാരിന് മടങ്ങി വരരുത്, ഇരുണ്ട കാലം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് തന്നെ. അത്തരത്തിലെ ക്യാമ്പയിനുകളൊക്കെ ആരംഭിക്കുമ്പോഴും ഇതൊന്നും വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതിൻ്റെ ലോഞ്ച് പോലും ശരിയായില്ലാത്ത വിമർശനം CPM സൈബർ സംഘങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. VD സതീശനെതിരെയുള്ള വിമർശനങ്ങൾ, പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് തനിക്ക് ഏറ്റവും അധികം PR നൽകുന്നത് CPMന്റെ സൈബർ സംഘമാണ്. അത് AK സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നികേഷ് കുമാറിനെ പേരെടുത്ത് പറയാൻ പലപ്പോഴും VD സതീശൻ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ സൈബർ പോരാട്ടങ്ങൾ തീർച്ചയായും അത്തരം വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ അരുൺ, ഇപ്പോൾ ഇതേ നികേഷ് കുമാറിനെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ ചില ചർച്ചകൾ സംഘടിപ്പിക്കുക. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ പ്രധാനപ്പെട്ട വിഷയം എന്നത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിന് സമാനമാകുന്ന തരത്തിൽ സൈബർ ഇടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നികേഷ് കുമാർ നയിക്കുന്ന ചർച്ചകൾ, അതിൽ ചില പാനലിസ്റ്റുകളെ അടക്കം പങ്കെടുപ്പിക്കുക. അങ്ങനെ ടെലിവിഷനുകൾ ഇവരുടെ വിഷയങ്ങളെല്ലാം പറയുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഉയർത്തുന്നത്. ഇവരുടെ വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല, അത്തരം ചർച്ചകൾ നടക്കുന്നില്ല. അതൊക്കെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പരാതി. മറ്റു വിഷയങ്ങൾ ഒക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ, ബാറിൻ്റെ സമയമാറ്റമാകട്ടെ, PM ശ്രീ പോലെയുള്ള പദ്ധതികളാകട്ടെ, അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും CPMന് അനുകൂലമാകുന്ന ചർച്ചകൾ ടെലിവിഷൻ ചാനലുകളിൽ ഇല്ല എന്നും അങ്ങനെ ഒരു ചർച്ച പാർട്ടി തന്നെ നടത്താമെന്നും തീരുമാനിച്ചു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകാൻ പോകുന്നത് നികേഷ് എന്ന സൂചനയും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചർച്ചകൾ, അത്തരം പ്ലാനുകൾക്കൊക്കെ ഇത് തിരിച്ചടിയാകുമോ ആരും? ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അസത്യം കാഴ്ചമറയ്ക്കുമ്പോൾ സത്യത്തിൻ്റെ തീപ്പന്തങ്ങളാവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചതിൻ്റെ ഒരു സാരാംശം. അതായത് സർക്കാരിൻ്റെ പല പദ്ധതികളും പോസിറ്റീവായുള്ള വാർത്തകളൊന്നും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. മാധ്യമങ്ങൾ എല്ലാം മുക്കുകയാണ്. അവിടെ നമ്മൾ സ്വയം മാധ്യമങ്ങളായി മാറുക എന്നൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. സമാനമാണ് CPMന്റെ സൈബർ വിഭാഗവും കരുതുന്നത്. അവിടെയാണ് ഈ സംവാദങ്ങൾ, പല വിഷയങ്ങളും CPM ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള പരാതിയാണ് അവർക്കുള്ളത്. മാധ്യമങ്ങൾ പലപ്പോഴും CPMനെതിരായ വിഷയങ്ങൾ മാത്രം, അല്ലെങ്കിൽ സർക്കാരിനെതിരായ വിഷയങ്ങൾ മാത്രം ചർച്ചയ്ക്കെടുക്കുന്നു. അതിന് മറുപടി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് MV നികേഷ് കുമാറിൻ്റെ നേതൃത്വം. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന പാനൽ ചർച്ചകൾ നടത്തി ഓരോ കാര്യങ്ങളിലെയും UDF കാലത്തെ ഭരണത്തിൻ്റെ അന്നത്തെ അഴിമതി കഥകൾ, അന്നത്തെ ഭരണത്തിലെ കോട്ടങ്ങൾ ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ നികേഷ് കുമാർ തന്നെയാകും നേതൃത്വം നൽകുക. ഉടനടി നികേഷിനെ മാറ്റാനും CPMന് കഴിയില്ല. കാരണം പാർട്ടി തീരുമാനമെടുത്ത് നൽകിയൊരു ചുമതലയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അത്ര ഒരു മാറ്റം CPMന്റെ അജണ്ടയിലില്ല, അല്ലെങ്കിൽ അത്ര എളുപ്പവുമല്ല. MV നികേഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകളുമൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ പലയിടത്ത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അതുമൊക്കെ പൂർണ്ണമായും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളായിട്ടില്ല. അങ്ങനെയെങ്കിൽ നികേഷ് കുമാർ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ മറ്റ് ചുമതലയിലേക്ക് മറ്റു ആളുകൾ വന്നേക്കാം. അല്ലെങ്കിൽ നികേഷ് കുമാർ തന്നെ ഈ ചുമതലയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. തൽക്കാലത്തേക്ക് മാറ്റാൻ CPM ആലോചിക്കുന്നില്ല. മറ്റു വഴികൾ കൂടി ഇപ്പോൾ CPM ആലോചിക്കുന്നുണ്ട്. PRDയിൽ വലിയ പരസ്യങ്ങളും മറ്റും നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷേ കൂടുതൽ ഇടപെടലുകൾ നവമാധ്യമ രംഗത്ത് മറ്റാളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഇടപെടലുകൾക്ക് CPM തയ്യാറായിരിക്കും. MV നികേഷ് കുമാറിനെ മാറ്റുക എന്നുള്ളത് ഇപ്പോൾ CPMന്റെ അജണ്ടയില്ല. പക്ഷേ അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സൈബർ പ്രചരണം, സൈബർ രംഗത്തെ ഇടപെടലുകൾ വേണ്ടത്ര യേശുന്നില്ല എന്ന വിമർശനവും വിലയിരുത്തലും CPMനുണ്ട്.
യെസ്, എന്തായാലും ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വലിയ പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഏതാണ്ട് KSRTC ബസ്സുകൾ മുഴുവൻ ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യങ്ങളും വഹിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയമായി CPIM എന്ന രാഷ്ട്രീയ സംഘടന അവരുടെ PR വർക്കുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം സൈബർ ഇടത്തിലും വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ആ സൈബർ തലപ്പത്ത് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും ആ പാർട്ടിക്ക് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അടക്കം നികേഷ് കുമാറിന്റെ ചില പ്രവർത്തികൾ വലിയ തോതിൽ ട്രോളായി മാറിയ സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ PR വർക്കും ട്രോളായി മാറുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്.